ആദ്യത്തെ ദിവസമൊന്നും ഞാൻ പോയ സമയത്തൊന്നും ലാലേട്ടനെ കണ്ടില്ല. ഇത് ലാലേട്ടൻ എപ്പോൾ വരും എന്നല്ലേ ത്രില്ലടിച്ചിരിക്കുമ്പോൾ ഒരു വലിയ ഭയങ്കര എന്താ പറയണ്ടേ ഒരു ഞാനെന്നും ഭഗവാനെന്നും അങ്ങനെ പറയുമോന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു ഭയങ്കര തേജസ് എന്തൊരു ഭയങ്കര പോസിറ്റീവ് എല്ലാവരോടും ഇങ്ങനെ ഹായ് നോക്കുമ്പോൾ ഞാനിങ്ങനെ ബോധം കിട്ടും പോയ പോലെ. എനിക്ക് ജൂനിയർ ആർട്ടിസ്റ്റിനൊക്കെ ഈ ഇതുണ്ടല്ലോ വലിയ വലിയ ആർട്ടിസ്റ്റിന് കപ്പ് ഗ്ലാസ് അതെല്ലാം പേപ്പർ കപ്പ് ഇതെല്ലാം ഇത് പറയാവോന്ന് അറിയില്ല എനിക്ക്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് അപ്പോൾ തരുമ്പോൾ കൊച്ചുരാമൻ ചേട്ടൻ പറയും മോളെ നീ കപ്പിലെടുക്ക്. ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അവിടെ ഇല്ലത് അവരെ കൂടെ ഒരു ഇത് നീ ഇതെടുക്ക്. ഞാൻ വേണ്ട ഏട്ടാ അത് എടുക്കാവോ ഇല്ലയോ എന്ന് അറിയില്ല. വേണ്ട ഇത് അങ്ങനെ എടുക്ക് അത് കുടിച്ചാൽ നിനക്ക് എന്താവും. എൻ്റെ മോൻ്റെ പിറന്നാളായിരുന്നു December 10th. അപ്പോൾ ഞാൻ എൻ്റെ മോനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കോൾ ചെയ്ത് ആദ്യമായിട്ട് മോൻ്റെ പിറന്നാൾ ഞാനില്ലാതെ അപ്പോൾ പിറന്നാൾ നിൽക്കുന്ന സമയത്ത് ലാലേട്ടൻ അപ്പോൾ മോനെ കൊച്ചുരാമൻ സാറിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ പിറന്നാളാന്ന് ലാലേട്ടൻ പറയും. ലാലേട്ടൻ എൻ്റെ മോനെ വീഡിയോ കോളിൽ സംസാരിച്ച് ഇതെല്ലാം ഫസ്റ്റ് എൻ്റെ അത്രയും ഭയങ്കര സ്വപ്ന തുല്യമായിട്ടുള്ള അവസ്ഥ ഏതായാലും കടന്നുപോയതാണ് ഞാൻ. അതായത് സമയത്ത് ഷൂട്ട് വെച്ചിട്ട് രണ്ടാമത്തെ റിവറി വന്നിട്ട് വീട്ടിൽ അമ്മേൻ്റെ പൊരുളെല്ലാം ഇവർ ആർട്ടായിട്ട് ഉപയോഗിച്ചാണ്. ഒരു സമയത്ത് ക്ഷേമനിധി പെൻഷൻ കാണുന്നില്ല. പെൻഷൻ കിട്ടുന്ന ദിവസമാണ് വിധവ പെൻഷൻ പോകേണ്ടത്. 2 പെൻഷൻ സർട്ടിഫിക്കറ്റും കാണുന്നില്ല. അപ്പോൾ ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞ് നോക്കുമ്പോൾ ബ്രേക്ക് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫയലുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്നത്. ആ ഫയൽ അതുപോലെ പ്രോപ്പർട്ടി ആയിട്ട് ഇവർ ഉപയോഗിച്ചിട്ട് ഞാൻ ഓൾറെഡി സെപ്പറേറ്റ് ആയ ഒരു വ്യക്തിയാണ്. അപ്പോൾ 14 വയസ്സിലൊരു മോനുണ്ട് എനിക്ക്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഈ സേവ് ദ ഡേറ്റ് വന്ന സമയത്ത് രാജേഷ് ഏട്ടൻ്റെ ഫ്രണ്ട് പോലും എന്നെ വിളിച്ച് പറഞ്ഞു ഇന്നലെ വരെ ഞാൻ രാജേഷ് ഏട്ടനെ കണ്ടു എന്നിട്ട് ആ കള്ളൻ എന്നോടൊന്നും പറഞ്ഞിട്ടാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു എന്നോട്. ഹലോ ഹായ് വെൽക്കം ടു ജിഞ്ചർ മീഡിയ ഇംഗ്ലീഷ് കഫേ. ചോദിച്ചു പോകാം. ഇന്ന് നമ്മൾ ചോദിച്ചു പോകാൻ പോകുന്നത് ഇതിൻ്റെ പേര് തന്നെ ഒരു ക്യാച്ചി പേരാണ്. നമ്മൾ സാധാരണ ആൾക്കാരുടെ അടുത്ത് നിന്ന് ചോദിക്കുമ്പോൾ വയസ്സ് എത്രയായി എന്നൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതാണ് ഇതിൻ്റെ ഒരു ടൈറ്റിൽ. വയസ്സ് എത്രയായി 30 അല്ലേ എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ ഈ മൂവിയുടെ തന്നെ ഒരുപാട് മേഖലകൾ എല്ലാ മേഖലകളിലും ഉണ്ട്. ആൻഡ് ആക്ടിംഗ് ഉണ്ട്, പ്രൊഡക്ഷൻ പ്രൊഡ്യൂസർ ആൻഡ് സ്ക്രിപ്റ്റിലും ഉണ്ട്. ഷൈജു ബ്രോ ഹലോ. ഷിജു എന്ന് വിളിക്കാം. യെസ്. ആൻഡ് ചിത്ര എന്തുണ്ട് വിശേഷം? സിനിമകൾ നല്ല നല്ല സിനിമകൾ കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും, അതിൽ സന്തോഷമുണ്ട്. അപ്പം ഇതിലും എന്തായാലും അപ്പം വെൽക്കം രണ്ടുപേർക്കും. താങ്ക് യു. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ടൈറ്റിൽ തന്നെയാണ് ആദ്യം ആൾക്കാരെ ക്യാച്ച് ചെയ്യുന്നത് അല്ലേ, വയസ്സ് എത്രയായി എന്നുള്ള സംഭവം. അപ്പോൾ ആ ഒരു ടൈറ്റിലും ഈ സിനിമയും കൂടെ ഉള്ള ഒരു എന്താണ് സംഭവം? മെയിൻ ആർട്ടിസ്റ്റ് പറയട്ടെ. അതെ കഴിഞ്ഞ പ്രൊഡ്യൂസർ പറഞ്ഞാൽ മതി. വയസ്സ് പറയണോ അതോ വേണമെങ്കിൽ പറഞ്ഞ കുഴപ്പമില്ല. പ്രശ്നമൊന്നുമില്ല. ഗസ്സാണല്ലേ അപ്പൊ എനിക്ക് മനസ്സിലായി സിനിമയുടെ ഒരു പൊരുൾ എനിക്ക് മനസ്സിലായി. പറ എന്താണ്? അതെ നമ്മളെ ഇപ്പോ പെണ്ണ് കിട്ടാതെ നടക്കുന്ന കുറച്ച് ഒരു കൂട്ടം ആണുങ്ങളുടെ ആ ഒരു സങ്കടങ്ങളും അവരനുഭവിക്കുന്ന ഫീലിങ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്ന ഒരു നാടൻ പശ്ചാത്തലത്തിൽ പോകുന്ന ഒരു കഥ. ശരി, അതായത് ഒരു മാരേജ് റിലേറ്റഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മൂവി തന്നെയാണോ? അതിലുണ്ടാകുന്ന കുറച്ച് പ്രോബ്ലംസ് അതിൽ വളരെ രസകരമായ രീതിയിൽ ഒരു നാട്ടിൻപുറത്ത് സംഭവിക്കുന്ന എല്ലാ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു ഫാമിലി. അതെ പറയൂ. ഞാൻ പിന്നെ കോ പ്രൊഡ്യൂസറാണ്, കോ റൈറ്ററാണ്, എല്ലാം കോവാ. പ്രസാദ് എന്ന ഒരു വലിയൊരു സ്റ്റാറിന്റെ കോ ആർട്ടിസ്റ്റാണ്. എല്ലാം കോ ആണ്, 2ാം സ്ഥാനമാണ്. ശരി. പിന്നെ ഇതിലെ പാട്ട് കോസ്റ്റ്യൂം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു തോട്ട് സ്ക്രിപ്റ്റിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു തോട്ട് വരാൻ റീസൺ എന്തെങ്കിലും നമുക്ക് ഒരു നേരിട്ട് കണ്ട ഒരു പരിപാടിയായിരിക്കാം, അല്ലെങ്കിൽ ഒരാളെ റിലേറ്റ് ചെയ്ത സംഭവമാവാം, അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടാണോ ഇത് സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തത്? അതെ, 28-നാണ് റിലീസ്. അത് പറയാൻ മറന്നു. 28-നാണ് റിലീസ്. തൊട്ടപ്പുറത്ത് നജീബിന്റെ കഥയുണ്ട്, ഇപ്പുറത്ത് എൻ്റെ കഥയുണ്ട്. എൻ്റെ കഥ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാം, പെണ്ണ് കിട്ടാത്ത ആൾക്കാരെ കഥ. ഇപ്പോൾ എന്തായാലും ഒരിക്കലും ഒരു പെണ്ണ് വേണം. ബ്രോ എല്ലാം കഴിച്ചാണോ? അതെ, കഴിച്ചു. ഭാഗ്യം. ഓക്കെ. വിശ്വസിച്ചോ? കിട്ടിയില്ല. ജെ.കെ. അല്ലേ, അതാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ആൾ, ഞാനിപ്പം ഇന്നലെയും മിഞ്ഞാന്നൊക്കെ നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, 70% ആൾക്കാരും എല്ലാം കഴിച്ചില്ല. ഓക്കെ. അപ്പോൾ ഞാനും അതുപോലെ കഷ്ടപ്പെട്ടാണ്. 25 വയസ്സ് മുതൽ 30 വയസ്സ് വരെ 100-110 പെണ്ണ് കണ്ടു. ഇപ്പോഴും എൻ്റെ നാടുകളിൽ, മലബാറുകളിൽ എല്ലാ അമ്മമാരുടെ ഒരു വേദനയായത്. ഒരുപാട് ഈ ഒരു പ്രോബ്ലം, ഭയങ്കര സംഭവമാണ്. അത് ഒരു വലിയൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ആ സബ്ജക്റ്റ് മാത്രമല്ല, ഒരു ചെറുപ്പക്കാരൻ്റെ 29 വയസ്സ് 40 വയസ്സുള്ള ജേണി, 11 വയസ്സുള്ള ജേണി, അത് മലബാറിലൂടെ പോവാണ്. അപ്പോൾ ഒരു 12 സെൻറ്റുള്ള സ്ഥലത്ത് 4-5 വീടുകൾ,
ഓക്കെ, ഒരു ഇടതാധിപത്യമുള്ളൊരു ഏരിയ. അവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന പാർട്ടി സെക്രട്ടറിമാരാണ്. പിന്നെ കൾച്ചർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ട് ഇപ്പോൾ എനിക്ക് കല്യാണം പെണ്ണ് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ വീടിൻ്റെ താഴെയുള്ള മറിയുമ്മ എൻ്റെ വീട്ടിലെ അമ്പലത്തിലെ എല്ലാ വെള്ളിയാഴ്ചയും വെളിച്ചെണ്ണ നേരും. അങ്ങനെ നമ്മൾ അപ്പോൾ അത് തിരുവനന്തപുരത്ത് ഉണ്ടാവും വേറെ രീതിയിൽ, കോഴിക്കോട് ഉണ്ടാവും വേറെ രീതിയിൽ, അല്ലെങ്കിൽ ബോംബെയിൽ ഉണ്ടാവും. പിന്നെ നിന്നെ ഞാൻ ഹാജി അലി കൂട്ടിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ തിത്തുവാല ടെമ്പിളിൽ കൂട്ടിക്കൊണ്ടുപോകും. ഓരോ സ്ഥലത്തും ഓരോ കൾച്ചറുണ്ട്. വടകര കൾച്ചർ ഇതാണ്, ഓരോ രീതിയിലാണ് എനിക്ക് വീണ് കിട്ടാതെ എനിക്ക് വേണ്ടി. അപ്പോൾ ഒന്നാം ഓണം മുമ്പ് ഇപ്പോഴും ഇപ്പോൾ ഇന്ന് വൈകുന്നേരം എൻ്റെ വീട്ടിൽ ഭക്ഷണം വേണ്ട. കാരണം അപ്പുറത്തുള്ള മുസ്ലിം ഫാമിലിയാണ്, എല്ലാ ദിവസങ്ങളും വൈകുന്നേരം നോമ്പായതുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നത്. അതുപോലെ ഓണത്തിന് ഒന്നാം ഓണം എൻ്റെ വീട്ടിലും, രണ്ടാം ഓണം അവരായിരിക്കും ഞങ്ങളുടെ ഗസ്റ്റ്. അങ്ങനെ പെരുന്നാളിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം അവിടെയാണ് നമ്മളെ ഇത്. അപ്പോൾ നാട്ടിൽ അമ്പലത്തിൽ ഉത്സവം ഉണ്ടെങ്കിൽ മുസ്ലിംസും ക്രിസ്ത്യൻസും ഞങ്ങളുടെ നാട്ടിലില്ല. മുസ്ലിംസാണ് അവിടെ എണ്ണ നേരുന്നതും, മുസ്ലിംസാണ് പിന്നെ പട്ട് സംഭാവന മെയിൻ പരിപാടികൾ ചെയ്യും. അതെ, അതുപോലെ തന്നെ തിരിച്ചും ഇപ്പുറത്തുണ്ട്. ഈ ഒരു സംസ്കാരം എല്ലാ നാടുകളിലുണ്ട്, പലതരത്തിലുണ്ട്. ഈ ഒരു പക്ഷെ ലോകത്തിന് കാണിക്കണം ഈ സാധനം. പിന്നെ രാഷ്ട്രീയമായാലും എന്ത് തന്നെയായാലും മലബാറിനൊരു പ്രത്യേക കൾച്ചറുണ്ട്. അതിലൂടെ പോകുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ലൈഫാണിത്. ഇതില് പോർട്രേറ്റ് ചെയ്യുന്നത്. എന്ത് ഞാൻ എപ്പോഴും പറയാനുള്ള, ഒരു പെണ്ണ് ആയി ജനിച്ചാൽ പെണ്ണിന് കൂട്ടിന് ആണ് വേണം, ആണായാൽ കൂടെ കൂട്ടാൻ പെണ്ണും വേണം. അപ്പോൾ പ്രശാന്ത് മുരളി എന്ന നടനെ വളരെ മനോഹരമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. അതിനൊപ്പം തന്നെ ചിത്ര കട്ടക്ക് നിന്നിട്ട് സിസ്റ്റർ റോളാണ്. എല്ലാ വീട്ടിലും അത് ചിത്ര പറയും, എല്ലാ വീട്ടിലും ഇതുപോലൊരു അനുജത്തി ഉണ്ടാവും, സഹോദരി ഉണ്ടാവും. അപ്പോൾ ചിത്ര ശരിക്കും എനിക്ക് തോന്നുന്നു പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം ആക്ടിങ് ഇതിലേക്ക് വരുമ്പോഴും ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ട് പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു ഹീറോയിൻ അല്ല അങ്ങനെ ഒരു സ്വപ്നത്തിൽ പോലും ചിത്ര ആക്ച്വലി കരുതിയ ഒരു വ്യക്തി അല്ലല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പൊ നോക്കുമ്പോൾ നല്ല ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് കിട്ടുന്നുണ്ട്. സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഞാൻ ഒരു നടന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റുമോ, ഒരു നടീൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ, ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കാണാൻ പറ്റുമോ എന്ന് പോലും ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് ഒരു ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല എത്തിപ്പെടാൻ പറ്റുന്നത്. സ്ഥലം കാസർഗോഡ് നീലേശ്വരം ഉള്ളില് കുന്നുംകൈ എന്ന് പറയുന്ന ഒരു മലയോര പ്രദേശമാണ്. അവിടെ ഇപ്പൊ പോലും ടൗൺ കുറച്ചും കൂടി, കുന്നുംകൈ കുറച്ചും കൂടി ഒന്ന് പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും നമുക്കൊരു ടൗൺ ഏരിയ എന്ന് പറയുന്ന 1 മണിക്കൂർ യാത്ര പോകണം. അപ്പം അങ്ങനെയുള്ള ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് ഓഡീഷനെല്ലാം പോയി. കിട്ടുമോ ഇല്ലയോ എന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ല. എൻ്റെ മനസ്സിലുള്ള ആഗ്രഹമായിരുന്നു ഏതെങ്കിലും, ഇപ്പം എല്ലാവരും പറയുന്ന പോലെ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ പക്ഷെ അന്നേരം ഇപ്പോൾ ഒരു വാശിയാണ്. ഇപ്പോൾ ജയസിൽ പറയും ഇൻസൾട്ടാണ് മുരളി എന്ന് പറഞ്ഞ പോലെ ആ വാശിയിൽ നിന്ന് കയറി എന്തായാലും ഒരു ക്യാരക്ടർ, ഇത് ചിത്ര ചെയ്ത ആ ക്യാരക്ടർ അല്ലേ എന്ന് ഇങ്ങോട്ട് ചോദിക്കും. ഞാൻ ഇന്ന് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നതിനെക്കാട്ടിലും ചിത്ര ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നല്ല നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് പറയുന്നത് ഇഷ്ടമായി, അങ്ങനെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ ഓഡീഷനെല്ലാം പോയി, അങ്ങനെ കിട്ടി ആ സിനിമ. അതിനുശേഷം അതിന് കുറച്ചും കൂടി ത്രൂ ഔട്ടുള്ളൊരു ക്യാരക്ടർ അഭിനയ മികവും കൂടെ കൊണ്ട് അതിപ്പോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രേക്ഷകർ പറയണ്ട, എന്നാലും അങ്ങനെ വന്നു. അപ്പം അതൊന്നും കൂടി, കാരണം മറ്റേത് എൻ്റെ മലബാർ, എൻ്റെ സ്വന്തം നാടിൻ്റെ സ്ലാങ്, ഇത് വേറൊരു നാടും പ്രദേശമാണെങ്കിലും വടകരേൻ്റെ സ്നേഹം മൊത്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റി എല്ലാ ആൾക്കാരും. കാരണം എൻ്റെ ചുറ്റും ഞാനൊരു വലിയ ടൗണിൽ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ നാട്ടും ഈ പറഞ്ഞ പോലെ ഇത് നമ്മളെ നാട്ടിലും ഉണ്ട്. ഓണം, വിഷു, ഇങ്ങനെ പെരുന്നാൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ വടകര, അവരെ സ്നേഹം, അവരെ ഭക്ഷണം, അവരെ നമ്മളോടുള്ള പെരുമാറ്റം, ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റി. ആ ഒരു കൾച്ചർ മനസ്സിലാക്കാൻ പറ്റി. അവരെ കൂടെ നിന്ന് സ്ലാങ് എന്തായാലും ആ പ്രശ്നമുണ്ട് വടകരേൻ്റെ, അതും കുറച്ചെങ്കിലും പഠിച്ചെടുത്ത് അത് ചെയ്യാൻ പറ്റി. ഞാൻ ആദ്യം ഷിജുവേട്ടൻ വിളിച്ച സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല എനിക്ക് ഇത്രയും കാരണം ഞാൻ ചെയ്തത് ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ആക്ട്രസ് ഒന്നും അല്ല. അങ്ങനെ ആക്ട്രസ് എന്ന് പറയാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയില്ല, ഒരാളല്ല. അപ്പോൾ ആ ചെറിയ സീനെന്ന് ചെറുതെന്നല്ല, ഇന്ന് ഇത്രയും വലിയൊരു ക്യാരക്ടർ ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റുമോ? 2 ദിവസത്തെ ഡ്രസ്സ് എടുത്താൽ മതി എന്ന് വിചാരിച്ച് വന്ന ആളാണ് ഞാൻ. തിരിച്ച് എന്നെ വിടുമോ എന്ന് വിചാരിച്ച് വന്നതാണ്. ആ എന്നെക്കൊണ്ട് എല്ലാവരെയും കോപ്പറേഷൻ കാരണം സ്ലാങ്ങിലായാലും ഈ പറഞ്ഞല്ല രമ്യ ചേച്ചി, പ്രശാന്ത് ഏട്ടൻ, ഇതുപോലെ TV ചാനലിൽ കണ്ട് നമ്മളെ സരിക ചേച്ചി, അതുപോലെ ഉണ്ണിയേട്ടൻ, നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ഉണ്ണിയേട്ടൻ, കുഞ്ഞിക്കണ്ണേട്ടൻ, എല്ലാവരും വന്ന് ആ ഒരു സീനിയോറിറ്റി ഒന്നും കാണിക്കാതെ നല്ല രീതിയിൽ സപ്പോർട്ട് ഫാമിലി പോലെ ചെയ്തപ്പോൾ
ഭയങ്കര ഭയങ്കര കംഫർട്ട് സോൺ ആയിരുന്നു എനിക്ക് വടകര എന്ന് പറയുന്നത്. ഇപ്പം എന്നാത്താൻ കേസോട് മൂവി എടുക്കുവാണെങ്കിൽ അതിന് ആക്ച്വലി ഓഡിഷൻ ഉണ്ടായിരുന്നല്ലോ. ആ ഒരു ഓഡിഷൻ്റെ അനുഭവം എങ്ങനെ ഉണ്ടായി? കാരണം അത് ചെയ്ത ടൈമിൽ ചിലപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവും അത് കിട്ടുമോ ഇല്ലയോ. എൻ്റെ എന്നാത്താൻ കേസോടിൻ്റെ ഓഡീഷൻ മാത്രമല്ല, ഞാൻ പോയി കുറേ ഓഡീഷന് പോയിട്ടുണ്ട്. അപ്പോൾ എന്നാത്താൻ കേസോടിൻ്റെ ഓഡീഷന് പോയ സമയത്ത് ഒരുപാട് ആൾ, അതായത് ഈ 1000 കണ്ണുമായി രാജേഷ് ഏട്ടൻ തന്നെയാ ഓഡീഷന്. അപ്പോൾ രാജേഷ് ഏട്ടനെ സ്ക്രീനിൽ TV-ലെല്ലാം കണ്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് നേരിട്ട് പരിചയമോ ഒരു ആർട്ടിസ്റ്റിനെയും എനിക്ക് ഫോണിൽ എങ്ങനെയും പരിചയമില്ല. അപ്പോൾ ഞാൻ രാജേഷ് ഏട്ടൻ്റെ കൂടെ എന്നെ ഓഡീഷൻ ചെയ്ത ആളാണ്. ഇറങ്ങി വരുമ്പോൾ ഇതെനിക്ക് കിട്ടൂല എന്ന് തന്നെ ഉറപ്പിച്ച് പോയതാണ് ഞാൻ. അപ്പോൾ ഓഡിഷൻ പറഞ്ഞു രാജേഷ് ഇത് എന്ത് ഏട്ടൻ്റെ പേരെന്ത് ഞാൻ കണ്ടിട്ടുണ്ട് നല്ലതാന്ന് പറഞ്ഞ് ഷെയ്ക്കാൻ കൊടുത്ത് വന്ന് ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ് എനിക്ക് രാജേഷ് ഏട്ടനെ കണ്ട സമയത്ത്. അപ്പോൾ ഇറങ്ങി വന്ന് അപ്പോൾ എൻ്റെ മുമ്പിൽ ചെയ്തവരെല്ലാം ഈ 1000 കണ്ണുമായി സോങ് പാടിക്കൊണ്ടും എല്ലാം ഞാൻ കാണുന്നുണ്ട്. ഞാനൊരു ബാത്റൂം സിംഗറാണ്, ശരിക്കും പാട്ടോ സ്കൂൾ ടൈമിൽ ഡാൻസോ ഒന്നും പഠിക്കുകയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ എന്നെ കൊണ്ട് പാട്ട് പഠിക്കുമ്പോൾ എനിക്കത് ചമ്മലായിരുന്നു. പാടി ഫലിപ്പിക്കാൻ പറ്റുമോ, ഞാൻ സിനിമയിൽ സെലക്ട് ആയി ആ സീൻ, അതെല്ലാം ഒരു സ്വപ്ന തുല്യമാണ് എനിക്ക്. പിന്നെ ഇതിലെ ഷെബ്രോ ഇതിലെ ആക്ടേഴ്സ് നോക്കുമ്പോഴും ഒരു പുതിയ ആൾക്കാർ ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. അപ്പം ഞാൻ അതിൽ നോട്ട് ചെയ്തേ പ്രായം ഭേദമില്ലാതെ എനിക്ക് തോന്നുന്നൊരു 100-നോട് അടുപ്പിച്ച് 99 വയസ്സുള്ള ഒരു അമ്മ ഇതില് 5 മാസം വരികയും ചെയ്ത് പുള്ളിക്കാരെ സംസാരിക്കുകയും ചെയ്തല്ലോ. അതൊരു ഭയങ്കര ഒരു 7-8 സീനുകൾ അഭിനയിക്കുന്ന ഒരു റോൾ. എൻ്റെ അച്ഛൻ അമ്മയാണത്. ആണോ? ആണ്. 99 വയസ്സായി. അപ്പോൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എപ്റ്റയർ റോള്. അതിപ്പോൾ ഞാൻ വേറെ ആളെ തേടി നടക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ഇപ്പം ഭയങ്കര തിരക്കിലാണ് നാട്ടിൽ. പടം വന്നിട്ടില്ല, അതിൻ്റെ മുന്നേ അനുമോദനങ്ങളും പിന്നെ അവൾ കണ്ടതിന് മുത്തശ്ശി തിരക്കിലാണ്. വയസ്സായിട്ടും ഭയങ്കര എനർജറ്റിക് ആയ അമ്മ. ഞാനല്ല, അത് എൻ്റെ റൈറ്റർ ഉണ്ടല്ലോ, റൈറ്ററാണ് മുത്തശ്ശി പോയി സെലക്ട് ചെയ്തത്. അപ്പം അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ വലിയ മോന്റെ പടം, മോന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പടാന്ന് പറഞ്ഞോണ്ട് അന്നാ ഞാൻ വരാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മാഷ് പറഞ്ഞു അതിലൊരു ടിപ്പിയും പാത്രത്തിൽ ഒരു പാലും കൊണ്ട് ഇങ്ങനെ നടന്നാൽ മതി എന്ന് പറഞ്ഞു. ആ പാലും നടന്നിട്ട് എല്ലാ വീട്ടിലും പാലും കൊണ്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ വന്നപ്പോൾ ആദ്യം കുറേ വിഷമം ഉണ്ടായിരുന്നു. അത് ഈ വളഞ്ഞിട്ടാണ് മുത്തശ്ശി ഇത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കൂടെയുള്ള ആള് നിന്നിട്ടു. അപ്പോൾ ക്യാമറ എൻ്റെ ഒരു ഇഷ്യൂ എല്ലാം ആയിട്ട് ആകെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു, ഇവർ വെക്കണോ എന്നുള്ള. അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻറ്റാ, കാരണം സക്സസ് ആണെന്നല്ലോ. അപ്പോൾ നടന്നു വന്ന് പറഞ്ഞു. ഡയലോഗെല്ലാം സ്വന്തം കയ്യിൽ നിന്ന് ഇടും, ഡബിലും സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. ഡബിൾ സ്വന്തമായിട്ടാണ് ചെയ്തത്. അപ്പോൾ നന്നായി ചെയ്തു. അതുമാത്രമല്ല ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സും എല്ലാവരും ഒന്നിനൊന്ന് ആപ്റ്റാണ്. നമ്മൾ അങ്ങനെ നോക്കിയാണ് എടുത്തിരിക്കുന്നത്. അല്ലാണ്ട് ഭയങ്കര ഫേമസ് വേണമല്ലോ, ഈ പടം വെക്കാൻ വേണ്ടി ഇത്ര ആർട്ടിസ്റ്റ് വേണമല്ലോ. ഇപ്പം സ്ഥിരം മാർക്കറ്റിങ്ങിലെ ജാഫർ ഇടുക്കി, ജോണി ആൻ്റണി, ഹരീഷ് കണാരൻ, ഇങ്ങനെ ഒരു ത്രൂ ഔട്ട് അമ്മ എന്ന് പറയുന്ന ബിന്ദു പണിക്കർ, അമ്മമ്മ എന്ന് പറയുമ്പം ഈ ഇവരൊക്കെ ഉള്ള അതല്ല, ഒക്കെ വ്യത്യസ്തമാണ്. ഇന്നത്തെ കേസുള്ള മന്ത്രി പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, അല്ല എറണാകുളത്താളില്ല. അദ്ദേഹത്തിൽ വേറൊരു വേഷത്തിലാണ് വരുന്നത്. പിന്നെ മഞ്ജു പത്രോസ്, അങ്ങേറ്റം തിരുവനന്തപുരത്ത് അരിസ്റ്റോ സുരേഷ് മുതൽ മഞ്ജു പത്രോസ്, പിന്നെ ഇവിടെ ജയകുമാർ തട്ടിമുട്ടി, ഇതൊക്കെ എല്ലാവരും TV തുറക്കുമ്പോൾ കാണുന്ന ആൾക്കാരാണ്. അങ്ങനെ ആർക്കും അറിയാത്ത ആൾക്കാരല്ല. പിന്നെ ഞാൻ പ്രൊഡക്ഷൻ കമ്പനി വിചാരിച്ച് നമ്മൾ കയ്യിൽ നിൽക്കുന്നൊരു നാടൻ എല്ലാം പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ പ്രസാദനം ഓരോ പറയുമ്പോൾ വളരെ സ്ലാങ് നന്നായിട്ട് പറഞ്ഞു. അപ്പം പലരും വന്നിട്ട് പറഞ്ഞു, എന്തിനാ ആസിഫ് അലിനെ വിളിച്ചാൽ പോരെ, കുഞ്ചാക്കോനെ വിളിച്ചാൽ പോരെ, ഇവരെ വിളിച്ചാൽ പോരെ. ചുരുക്കി പറഞ്ഞാൽ ബ്രോ, സ്റ്റാർ ആയാലും സ്റ്റാർ അല്ലെങ്കിൽ വിജയിച്ചാൽ കോടി, ശരിയാണ്, നഷ്ടം വന്നാൽ 2 കോടിയാണ് നഷ്ടം. പിന്നെ അല്ല, ഞങ്ങൾ ഇതിന്റെ കോസ്റ്റ് 3 കോടിയാണ്. ഇത് പൊട്ടിയാൽ 3 കോടിയാണ് നഷ്ടം. ആസിഫിൽ വെച്ച് പൊട്ടിയാലും കുഞ്ചാക്കോനെ വെച്ചാൽ 3 കോടിയാണ് നഷ്ടം. കാരണം നിങ്ങൾക്ക് മീഡിയയിലൂടെ മറ്റും കിട്ടുമായിരിക്കും പൈസ. അപ്പം എന്തിന് വളരെ മനോഹരമായിട്ട് ഇതിനെ ആപ്റ്റായ ആൾക്കാരെ വെച്ചിട്ട് എല്ലാവരും അങ്ങനെ 40 ദിവസം ഷാർട്ട് 40 ദിവസം കൊണ്ട് പടം കഴിഞ്ഞു. പിന്നെ സ്വന്തം ഡയലോഗിടും ഭാഷ പഠിപ്പിക്കണം. 40 ദിവസം കൊണ്ട് കംപ്ലീറ്റ് തീർന്നു ഷൂട്ട് ചെയ്ത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ പ്രൊമോഷൻ സോങ് ഷൂട്ട് ചെയ്തു, ടൈറ്റിൽ സോങ് ഷൂട്ട് ചെയ്തു. പിന്നെ മതി വരുന്നില്ല ഷൂട്ട് ചെയ്തിട്ട്. അതെ, കൈതപ്രാണ്. ഞാൻ ഓരോരുത്തരും പറയാം, എന്നിട്ട് പിന്നെ നിങ്ങൾ ചോദ്യം ചോദിച്ചോ. അപ്പോൾ അറിയണം, കാരണം നിങ്ങൾ വലിയ ചാനലാണ്. പിന്നെ ഇവിടെ എക്സ്പ്രസ് ചെയ്താൽ ചില കേരളം മുഴുവൻ എത്തിക്കോളും എനിക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്ത് ഇന്നൊക്കെ. ഇപ്പം ഞാൻ വളർന്നു വരുന്നതാണ്, എന്നെ ആരും ഇന്റർവ്യൂ എടുപ്പിക്കില്ല അല്ലേ. സക്സസ് മാത്രമേ സെലിബ്രേറ്റ്, ഞാൻ സക്സസ് ആയാലും എന്നെ സെലിബ്രേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഇവളെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രശാന്തിനെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട്, രമ്യ സുരേഷിനെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. സിനിമ അറിയണം, ആൾക്കാർ അറിയണം. അല്ല, ഇതിപ്പം നമ്മൾ ഇറങ്ങി നല്ല സിനിമയാണ് എന്ന് വിജയം എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെ. അപ്പോൾ ഞാൻ സിനിമയിൽ എത്തിക്കാൻ നിങ്ങൾ വേണം.
ഇത് ഇലക്ഷനെ പോലെയാ, ഒരു മീഡിയ കൂടി ഞാൻ വിടില്ല, ഒരു മൊബൈൽ നമ്പർ കൂടി ഞാൻ ഒഴിവാക്കൂല. നാട്ടുകാരിൽ എത്തിക്കണം. ഞങ്ങൾ 60 തിയേറ്ററുകളാണ് ശംഭുപുരം, 60 തിയേറ്ററുകളാണ് കേരളത്തിൽ. അപ്പം ഞങ്ങൾക്ക് ആർമികളാണ്, ഞങ്ങൾ ഗാർമെന്റ്സ് കമ്പനിയാണ്, ഞങ്ങൾ നോലിമേറ്റ് ഗാർമെന്റ്സ് കമ്പനിയാണ്. ഞങ്ങൾക്ക് ബാംഗ്ലൂർ 3 തിയേറ്ററിൽ അതിന് ആർമി അവിടെയുണ്ട്. ഞങ്ങൾ ഓരോ തിയേറ്ററിനും 1000 പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, 62 ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ അതാത് നാടുകളിൽ പോയിട്ട് പോസ്റ്റ് ഒട്ടിക്കുകയും പിന്നെ പ്രൊമോഷൻ നോട്ടീസ് വിതരണം ചെയ്യുകയും ഗ്രൗണ്ട് ലെവലിൽ ആൾക്കാർ പോയി കാണുകയും കുടുംബശ്രീ എപ്പോൾ വരണം സിനിമ കാണാൻ, ആരെപ്പോൾ വരണം, സ്കൂളുകൾ എപ്പോൾ വരണം സിനിമ കാണാൻ. നിങ്ങൾ നാടിൻ്റെ കഥയാണ്. നിങ്ങൾ ഓരോരുത്തർ ചെറിയ കുഞ്ഞു കുഞ്ഞു കഥകളാണ് ഇതിലുള്ളത്. കാണുക എന്നുള്ളതാണ്. എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഇന്ദ്രനും ചന്ദ്രനും തടുക്കാൻ പറ്റൂല. ചിത്ര അതുപോലെ തന്നെ ഇപ്പം നോർമൽ ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ട് എത്രയോ സിനിമകൾ ചെയ്തിട്ടുണ്ടാവാം അല്ലേ? എനിക്കൊന്ന് ആറാട്ടില് ചെയ്തിട്ടില്ലായിരുന്നോ? ലാലേട്ടനെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയും. ഞാൻ ലാലേട്ടനെ അതിൻ്റെയും ഷൂട്ടിന് പോകുന്ന സമയത്ത് ഞാൻ ഈ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ ലാലേട്ടൻ്റെ കണ്ട സമയത്ത് ഞാൻ വെറുതെ ചിന്തിച്ചില്ല, ഇവരൊക്കെ നേരത്തെ പറഞ്ഞ പോലെ കാണാൻ പറ്റുമോ? കാരണം എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു നടനാണ് മോഹൻലാൽ എന്ന് പറയുന്നത്. അപ്പോൾ സാറിനെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. പെട്ടെന്നാണ് ഇതിൽ ഇത്രയോ ഒരു 40 ദിവസത്തെ ഷൂട്ടുണ്ട് ജൂനിയർ ഇതായിട്ടാണെന്ന് പറഞ്ഞ് പഞ്ചായത്ത് മെമ്പറായിട്ടാണ് ലാലേട്ടൻ്റെ കാണാൻ പറ്റും. ഞാൻ ലാലേട്ടനെ കാണാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഇതെൻ്റെ ക്യാരക്ടർ അങ്ങനെയൊന്നുമല്ലല്ലോ ഞാൻ ചോദിച്ചത്. അപ്പോൾ പോയി നിന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ആദ്യത്തെ ദിവസമൊന്നും ഞാൻ പോയ സമയത്തൊന്നും ലാലേട്ടനെ കണ്ടില്ല. ഇത് ലാലേട്ടൻ എപ്പോൾ വരും എന്നല്ലേ ത്രില്ലടിച്ചിരിക്കുമ്പോൾ ഒരു വലിയ ഭയങ്കര എന്താ പറയണ്ടേ, ഒരു ഞാനെന്നും ഭഗവാനെന്നും അങ്ങനെ പറയുമോന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു ഭയങ്കര തേജസ്, എന്തൊരു ഭയങ്കര പോസിറ്റീവ്. എല്ലാവരോടും ഇങ്ങനെ ഹായ് നോക്കുമ്പോഴേ ഞാനിങ്ങനെ ബോധം കിട്ടും പോയ പോലെ എനിക്ക് തോന്നി. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ആ വെയിലത്തെല്ലാം നിന്നാലും പാലക്കാട് നിന്നായിരുന്നു ഷൂട്ട് ഉണ്ടായത്, കൊല്ലംകോട്. അപ്പോൾ 30 ദിവസം വെയിലത്ത് പൊരിഞ്ഞു നിന്നാലും ലാലേട്ടൻ്റെ നമ്മൾ സിനിമയിൽ ചെറുപ്പത്തിലേ കാണുന്ന ആ ഒരു എല്ലാം അത്ര ഏജായിട്ടും ആക്ഷൻ ആണെങ്കിലും എല്ലാം സ്വന്തം ഏറ്റെടുത്ത് ഡ്യൂപ്പിനൊന്നും അധികം ഏൽപ്പിക്കാതെ ചെയ്യുന്നതല്ല. ഇതെല്ലാം ഞാൻ ഇൻ്റർവ്യൂവിൽ കണ്ടിട്ടുള്ളതാണ്. നേരിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളതെങ്കിലും അത് ലാലേട്ടൻ്റെ കൂടെയുള്ളൊരു സിനിമയിൽ ചെയ്യാതെ ലാലേട്ടൻ്റെ പെർഫോമൻസ് നേരിട്ട് കാണാൻ പറ്റുക എന്ന് പറയുന്നത് എത്രയോ വലിയ ഭാഗ്യമായിട്ടാണ് കണ്ടത്. ഷൂട്ട് പോലും കാണാൻ പറ്റുമോ, ഒരു ആർട്ടിസ്റ്റിനേക്കാൾ പോലും കാണാൻ പറ്റുമോ എന്ന് വിചാരിച്ചിരുന്നു. അത് മാത്രമല്ല ആ സെറ്റിൽ നമ്മളെ കൊച്ചു പ്രേമൻ സാറ് അവരൊക്കെ നമ്മളോട് ബിഹേവ് ചെയ്തതെല്ലാം അതെല്ലാം വിചാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അവരെന്നാണ് ഭയങ്കര ഇൻസ്പിറേഷൻ. നന്ദു ചേട്ടൻ, പ്രശാന്ത് ഏട്ടൻ, അവരെല്ലാം അതായത് ജൂനിയർ ആർട്ടിസ്റ്റിനൊക്കെ ഈ ഇതുണ്ടല്ലോ വലിയ വലിയ ആർട്ടിസ്റ്റിന് കപ്പ് ഗ്ലാസ് അതെല്ലാം പേപ്പർ കപ്പ് ഇതെല്ലാം ഇത് പറയാവോന്ന് അറിയില്ല എനിക്ക്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് അപ്പോൾ തരുമ്പോൾ കൊച്ചുരാമൻ ചേട്ടൻ പറയും മോളെ നീ കപ്പിലെടുക്ക്. ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അവിടെ ഇല്ലത്, അവരെ കൂടെ ഒരു നീ ഇതെടുക്ക്. ഞാൻ വേണ്ട ഏട്ടാ അത് എടുക്കാവോ ഇല്ലയോ എന്ന് അറിയില്ല. വേണ്ട ഇത് അങ്ങനെ എടുക്ക്, അത് കുടിച്ചാൽ നിനക്ക് എന്താവും. അപ്പോൾ ഞാൻ ആരുമല്ല, നമ്മളോടുള്ള ഈ സ്നേഹവും അതെല്ലാം കണ്ട് അങ്ങനെ അവളോട് പെരുമാറി. അതുപോലെ എൻ്റെ മോൻ്റെ പിറന്നാളായിരുന്നു ഡിസംബർ 10. അപ്പോൾ ഞാൻ എൻ്റെ മോനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കോൾ ചെയ്ത് ആദ്യമായിട്ട് മോൻ്റെ പിറന്നാൾ ഞാനില്ലാതെ അപ്പോൾ പിറന്നാൾ നിൽക്കുന്ന സമയത്ത് ലാലേട്ടൻ അപ്പോൾ മോനെ കൊച്ചുരാമൻ സാറിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ പിറന്നാളാന്ന് ലാലേട്ടൻ എൻ്റെ മോനെ വീഡിയോ കോളിൽ സംസാരിച്ച് ഇതെല്ലാം ഫസ്റ്റ് എൻ്റെ അത്രയും ഭയങ്കര സ്വപ്ന തുല്യമായിട്ടുള്ള അവസ്ഥ ഏതായാലും കടന്നുപോയതാണ് ഞാൻ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടില്ല, എന്നാലും ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്, പ്രയത്നമുണ്ട് എന്തായാലും. എന്നാൽ കഴിയുന്നത് എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് എറണാകുളം ഭാഗത്തേക്കൊന്നും വന്നിട്ടൊന്നുമില്ല. പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് എത്തി ഓഡീഷനും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് നമ്മുടെ സ്ലാങ് പോപ്പുലറായി. അങ്ങനെ ഓഡീഷൻ ഒരുപാട് വന്നു. നമ്മുടെ പടത്തിൽ ഇതൊന്നുമില്ല കേട്ടോ, കപ്പുകൾ തരംതിരിവൊന്നുമില്ല. ഒരേറ്റ ഫുഡ്, എല്ലാവർക്കും നല്ല ഫുഡ്, മനോഹരമായ ഫുഡ്. കാരണം ഒരു വെള്ളിയാഴ്ച മതി ലൈഫ് മാറി മറിയാം. അത് മാത്രമല്ല വെള്ളിയാഴ്ച മതി നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കാൻ വേണ്ടി. ഈ വടകര ഈ വയസ്സത്രയിൽ ഞാനൊരു ഗർഭിണി ഗർഭിണി ഒരു റോളാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത്ര ആ ഒരു ബോഡി ലാംഗ്വേജ് കീപ്പ് ചെയ്യാൻ വടകര ഫുഡ് തന്നെ ഒരുപാട് സഹായിച്ചു. അത്ര ഫുഡ് കഴിച്ചു പോകും എന്തായാലും. അത്രക്ക് നല്ല ഫുഡായിരുന്നു അവിടുത്തെ. പിന്നെ നിങ്ങളിപ്പം വളരെ വ്യത്യാസം. ഇപ്പം നമ്മൾ പല പടങ്ങളും വരുമ്പോൾ വീട്ടിലാണെങ്കിൽ വെൽ ഡ്രസ്ഡ് ആണ് അധിക സിനിമയിലും അല്ലേ. ഒരു വെള്ളം കയറാൻ പോകുമ്പോഴും വെൽ ഡ്രസ്ഡ് ആണ്. ഞങ്ങളത് യൂസ് ചെയ്യുന്ന ഇന്ദ്രൻസേനോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് നാട്ടും പുറത്ത് നിങ്ങൾ ഇവിടെ കാണുന്ന ആൾക്കാരുണ്ട്. അതായത് ഇവിടെ ആർട്ടിസ്റ്റും ഈ നാട്ടുകാരും തമ്മിൽ ഇരിക്കുമ്പോൾ
തിരിച്ചറിയാൻ പറ്റരുത്. ശരിക്കും എങ്ങനെയാണോ അങ്ങനെയാണ്. ഇപ്പോൾ ചിത്രക്ക് ഗർഭിണിയായ ചിത്രക്ക് കൊടുത്തിരിക്കുന്ന ഡ്രസ്സ് ടോപ്പും അതുപോലെ തന്നെ സാരി ഡ്രസ് കെട്ടുമാണ്. ഓക്കെ, പിന്നെ അതൊരു പ്രഗ്നന്റ് ലേഡിക്ക് അതാണ് കംഫർട്ട്. ടൈറ്റ് ഡ്രസ് പ്രശാന്ത് മുരളി എന്ന ഹീറോ ആയതുകൊണ്ട് ഇത് ആദ്യം എടുത്ത് വെച്ച ഡ്രസ്സൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് കാര്യം. ഞാൻ പറഞ്ഞാൽ അത് പറ്റില്ല. പെയിന്റ് പണിക്കൊന്നും ഇവിടെ കീറിയിരിക്കണം, ബട്ടൺ പൊട്ടിയിരിക്കണം, പിന്നെ കുത്തിയിരിക്കണം. അപ്പോൾ എല്ലാം ഡീറ്റെയിലിംഗ് ആയിട്ട് നോക്കണം. അങ്ങനെ ആയിരിക്കണം. ഇപ്പം ഞാൻ നേരത്തെ മറ്റൊരു മീഡിയ പറഞ്ഞു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. ഞാൻ എൻ്റെ വൈഫ് എന്നെ വിളിച്ചു പറയും നമുക്ക് ഒരു 500 റുപ്യ വേണമെന്ന്. നമുക്ക് ഇതിൻ്റെ ആവശ്യം, നമുക്ക് ചായയും ചോറും നമ്മൾ വീട്ടുന്നുണ്ട്, മെഡിസിൻ വാങ്ങി കൊടുക്കുന്നുണ്ട്, ഡ്രസ്സ് എടുക്കുന്നുണ്ട്. അതല്ല അമ്മേൻ്റെ ഷഡ്ഡിൻ്റെ സൈസ് അറിയാമെന്ന് അറിയില്ല. നിങ്ങൾക്കറിയോ? അറിയില്ല. നമുക്കത് വാങ്ങണ്ടേ? ഷഡ്ഡി പൈസ വരും, ഫൈനൽ പൈസ വേണം. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നാട്ടുമ്പുറത്തില്ല, നമ്മുടെ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണ്. അതൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ ഈ സിനിമ ഭയങ്കര മറ്റേ ശങ്കർ പടങ്ങൾ അതുപോലെ പഴയ കാലത്ത് നമ്മൾ മിസ്സാകുന്ന സാധനം സത്യനന്ദിക്കാടിൻ്റെയും കമലിൻ്റെ പടങ്ങളില്ലേ, അത് ഒന്ന് ഒരുക്കി തേച്ചിട്ട് വന്നൊരു പുതിയ സാധനം. മനസ്സിലായി. എനിക്കൊന്ന് ശശികുമാർ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഈ അഭിനയിക്കുന്ന സമയത്ത് കുറെ എക്സ്പീരിയൻസ് ഉള്ള ആക്ടറോട് അഭിനയിക്കുമ്പോൾ ചിലപ്പോൾ 2, 3, 4 ടേക്ക് പോയപ്പോൾ ഒരു എനിക്ക് ഓഡിയോ ലോഞ്ചിന്റെ സമയത്ത് കണ്ടല്ലോ പക്ഷേ പ്രൊഡ്യൂസറും കൂടെ ആണല്ലോ, അപ്പോൾ ചിലപ്പോൾ ആൾക്കാർ അങ്ങനെ ഒരു സിറ്റുവേഷൻ അതെങ്ങനെ ഉണ്ടായിരുന്നു? അതെ, ഇപ്പോൾ ഞാൻ പിന്നെ ഒന്ന് എഴുതുമ്പോൾ തന്നെ ഞാൻ എൻ്റെ സീൻ കുറച്ച് എഴുതിയിരിക്കുന്നത്. അപ്പം എന്നോട് എൻ്റെ റൈറ്റർ പറഞ്ഞതെന്ന് വെച്ചാൽ ചുചോട്ടാ അവർ ചെയ്യുമ്പോൾ അവരും ഇപ്പോഴല്ലേ വന്നിട്ടുള്ളൂ, അപ്പോൾ ഒന്ന് കൂട്ടി എഴുതി വന്നു പറയും. കൂട്ടി എഴുതണ്ട, എന്താ പറയുക, ഇവർ ചെയ്യുന്ന കാര്യം മാത്രം എഴുതിയാൽ മതി എന്ന് പറയും. അപ്പോൾ പ്രശാന്തിനോട് ഞാൻ അത് സിനിമ പ്രശാന്തിനോട് അഭിനയിക്കും. പ്രശാന്ത് പറഞ്ഞു നിങ്ങളെന്തിനാണ് അഭിനയിക്കുന്നത് എന്നോട് ഫസ്റ്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ നാടകം നടനായിരുന്നു, അഭിനയിക്കണ്ട, രാവിലെ വീട്ടിൽ നിന്ന് എന്നോട് പറഞ്ഞു അതുപോലെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊരു എല്ലാവരും റിയലായിട്ട് പറയുന്നത് ഭയങ്കര രസമായിട്ടാണ്. സ്വന്തം ഡയലോഗ് പറയാം, എഴുതിയത് മാത്രം പറയേണ്ടി വരില്ല. പിന്നെ അങ്ങോട്ട് പിന്നെ ഈ ഡയറക്ടറും അസോസിയേറ്റും എന്നോടൊന്നും പറയില്ല വന്നിട്ട്. പ്രൊഡ്യൂസർ ഒരു കോ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഒന്നും പറയും. ഞാൻ വേഗം പിള്ളേരോട് പോയി ചോദിക്കുക അസോസിയേറ്റ് പറഞ്ഞു ഇങ്ങോട്ട്. അപ്പോൾ ഇവർ പറഞ്ഞു തരും, ഈ കരഞ്ഞ് താഴുമ്പോൾ തല താഴ്ത്തണ്ട, ക്യാമറ എവിടെയുള്ളത്, ഇങ്ങനെയല്ല ഓടുന്നത്, ക്യാമറ എവിടെയുള്ളത്, തിരിഞ്ഞോടണം. അത് നമുക്കറിയില്ല. പ്രൊഡക്ഷൻ്റെ ടെൻഷൻ ഉണ്ട്, കോസ്റ്റ്യൂമത്തിന് ടെൻഷൻ നോക്കണം, ആർട്ടിസ്റ്റുകളെ ചാർട്ട് നോക്കണം, സ്ക്രിപ്റ്റ് നോക്കണം, മൊത്തത്തിൽ പിന്നെ എൻ്റെ നാടും. അതായത് സമയത്ത് ഷൂട്ട് വെച്ചിട്ട് എൻ്റെ അമ്മ തെറി പറയും വന്നിട്ട്. വീട്ടിൽ അമ്മേൻ്റെ പൊരുളെല്ലാം ഇവർ ആർട്ടായിട്ട് ഉപയോഗിച്ചാണ്. ഒരു സമയത്ത് ക്ഷേമനിധി പെൻഷൻ കാണുന്നില്ല, പെൻഷൻ കിട്ടുന്ന ദിവസമാണ് വിധവ പെൻഷൻ വേണ്ടത്, 2 പെൻഷൻ സർട്ടിഫിക്കറ്റും കാണുന്നില്ല. അപ്പോൾ ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞ് നോക്കുമ്പോൾ ബ്രേക്ക് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫയലുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്നത്. ആ ഫയൽ എടുത്ത് നോക്കുമ്പോൾ അതുപോലെ പ്രോപ്പർട്ടി ആയിട്ട് ഇവർ ഉപയോഗിച്ചിട്ട് നാട് ഭയങ്കര സഹകരണമാണ്. ഞങ്ങൾ 20 വീടുകളും തുറന്നിട്ട് കൊടുത്തു ഇവർക്ക്. അതുകൊണ്ട് കയറാൻ വേണ്ട, ഉറങ്ങാൻ സ്ഥലം വേണ്ട, എല്ലാ വീടുകളും തുറന്നിട്ടുണ്ട്. ബാത്റൂം അതൊക്കെ ആ വീടുകളിലാണ്. ചിലപ്പോൾ തപ്പി നടക്കണം, പ്രശാന്ത് എവിടെയാണല്ലേ, ഏത് വീട്ടിലാണല്ലേ എന്ന്, ഇവിടെ എവിടെയാലും തപ്പി നടക്കണം. നാടിൻ്റെ സിനിമയാണ്, ഒരു വടകരയുടെ ഒരു ഭയങ്കര കൂട്ടായ്മയുള്ളൊരു സിനിമയാണ്. ഒരുപാട് സഹായിച്ചു. ഒരു സ്ഥലത്ത് പോലും സിനിമ വീണ് പോകാൻ സമ്മതിച്ചില്ല, ഒരു സ്ഥലത്ത് പോലും. പടം സ്റ്റോപ്പായി ബഡ്ജറ്റ് മേലെ പോയപ്പോൾ മുത്തശ്ശി പോലും കമ്മലടിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു മുത്തശ്ശി ശരിക്കും ചിത്ര ഇപ്പം സിനിമകൾ ഒരുപാട് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പം ചില റോളുകൾ അല്ലെങ്കിൽ ഒരുപാട് ഇപ്പോൾ ഒരു മൂവിയുടെ മെയിൻ കഥാപാത്രം ആകുന്നതിലുപരി ഒരു വലിയ മൂവിയുടെ ചെറിയ കഥാപാത്രം ആകുന്നതാണ് താല്പര്യം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഇനി അങ്ങനെയുള്ള മൂവികൾ വരാറുണ്ടോ? ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇപ്പോൾ വെച്ചിരിക്കുന്നത് വയസ്സത്രയായി, അതുപോലെ സുരേഷ് ചേട്ടൻ്റെയും സുമലതയുടെയും, അതുപോലെ പൊറാട്ട് നാടകം, ഈ 3 മൂവി ഞാൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരു നായിക പ്രാധാന്യം അങ്ങനെയല്ല. ഞാൻ എൻ്റെ മനസ്സിലുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ മൂവീൻ്റെ ചെറുതാണെങ്കിലും ആൾക്കാർക്ക് മനസ്സിൽ കയറി പറ്റുന്ന ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹമുള്ളത്. ഇപ്പോൾ വന്നിട്ടുള്ള 2-3 സ്റ്റോറി വന്നു എന്നല്ലാതെ അതൊന്നും ഓക്കെ ആവോ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് എനിക്ക് മുമ്പിൽ അങ്ങനത്തെ ക്യാരക്ടർ ഉണ്ടെന്ന് പറയാനും ഇപ്പോൾ പറ്റൂല. ഇപ്പോഴും ആൾക്കാർ ഏതെങ്കിലും പെർട്ടിക്കുലർ കാര്യം ഇപ്പോൾ ഡാൻസ് ടീച്ചർ ഉള്ള ആൾക്കാർ കൂടുതലും ഒരു ക്യാരക്ടർ മറ്റേ അങ്ങനെയല്ല, സുരേഷ് ചേട്ടൻ്റെ ടീച്ചറല്ലേ ഇവിടെ എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ സുരേഷ് ചേട്ടാന്ന് പറയുമ്പോൾ പോലും കടയിൽ നിന്ന് സംസാരിക്കണ്ടെങ്കിൽ അവർ ചിരിക്കും. അങ്ങനെ അപ്പം ഞാനത് മനസ്സിൽ ചിന്തിക്കൂല്ലേ, ഇത് ആ സുരേഷ് ചേട്ടനെ വിചാരിച്ചിട്ടാണ് അവർ ചിരിക്കുന്നത്, ഞാൻ എന്തെങ്കിലും അബദ്ധം പറഞ്ഞു എന്ന് വിചാരിച്ചിട്ടാണ് അവർ ചിരിക്കുന്നത് ഞാൻ വിചാരിക്കില്ലേ. ആ സിനിമേന്റെ എഫക്റ്റ് ആണ് അവർ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു. അതും ആദ്യമായിട്ട് ചെയ്ത ക്യാരക്ടർ മൂവിയിൽ ഇത്രയും സപ്പോർട്ട് എല്ലാവരും അത് അവരെ സ്വീകരിച്ചു എന്നുള്ളത്.
ഇപ്പോൾ ചില മൂവികളുടെ പ്രൊമോഷൻ ഭയങ്കര ഡിഫറെൻറ്റ് സ്റ്റൈലായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മറ്റേ സേവ് ദ ഡേറ്റ് എന്നുള്ളൊരു സംഭവം, അത് എനിക്ക് തോന്നുന്നു ചിത്രേനെ അറിയാവുന്ന ആൾക്കാരും ഒരു പക്ഷെ കുറച്ചറിയാവുന്ന ആൾക്കാരും വരെ ചോദിച്ചിട്ടുണ്ടാവും. അത് അറിയാവുന്ന ആൾക്കാരും ചോദിക്കാൻ കാരണം ഞാൻ ഓൾറെഡി സെപ്പറേറ്റ് ആയൊരു വ്യക്തിയാണ്. അപ്പോൾ 14 വയസ്സിലൊരു മോനുണ്ട് എനിക്ക്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഈ സേവ് ദ ഡേറ്റ് വന്ന സമയത്ത് രാജേഷ് ഏട്ടൻ്റെ ഫ്രണ്ട് പോലും എന്നെ വിളിച്ച് പറഞ്ഞു, ഇന്നലെ വരെ ഞാൻ രാജേഷ് ഏട്ടനെ കണ്ടു, എന്നിട്ട് ആ കള്ളൻ എന്നോടൊന്നും പറഞ്ഞിട്ടാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ എന്ത്, അപ്പോൾ ഇങ്ങനെ ഈ സേവ് ദ ഡേറ്റ് ഇത്രയും രതീഷ് ഡയറക്ടർ ബ്രില്യൻസ് എന്നെല്ലാം പറയുന്ന പോലെ ഈ സേവ് ദ ഡേറ്റ് ഇപ്പം ചോദിക്കുന്ന സേവ് ദ ഡേറ്റ് സിനിമ ഇറങ്ങിയോ, സേവ് ദ ഡേറ്റ് എന്ന് പറയുന്നത് ടൈറ്റിൽ നെയിം എന്ന് വിചാരിക്കുന്നവരും ഉണ്ട്, അങ്ങനെയുണ്ട്. പിറ്റേസ് ഞാൻ പോസ്റ്റർ എടുക്കാൻ വിചാരിച്ചതെന്ന് ഗർഭിണിയായിട്ടുള്ള. അപ്പൊ പിന്നെ അടുത്ത ചോദ്യം വരും, ഓ ഇതുകൊണ്ടാണല്ലേ എന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ. പിന്നെ പൂജ വന്ന് കഴിഞ്ഞ് സിനിമേന്റെ പിന്നെ ഓരോ കാര്യങ്ങളെല്ലാം വന്നു തുടങ്ങിയപ്പോൾ മാറി. ഇപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട്. ഇപ്പൊ ഞാൻ ഏതും കടയിലെല്ലാം പോയാൽ ഹസ്ബൻഡ് ഇല്ലേ, ഇപ്പം ഹസ്ബൻഡ് പുതിയ സിനിമ തുടങ്ങിയത് പെണ്ണും പൊറാട്ടും അങ്ങനെ ചോദിച്ചവരും. കാരണം ഇതിന് റിയാലിറ്റി അറിയാത്തവരും ഉണ്ടല്ലോ, അതെന്താണ് സർപ്രൈസ് അറിഞ്ഞിട്ടില്ല, കാരണം അത് ബിലീവ് ചെയ്തിരിക്കുന്നവരും ഉണ്ട്. ഈ സിനിമ ആയിട്ട് ബന്ധപ്പെട്ടവർക്കെല്ലാം ഇത് ഓക്കെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എന്നെപ്പോലെ സാധാരണക്കാരും അവരെല്ലാം ഇപ്പോൾ കടയിൽ കയറുമ്പോൾ അപ്പോൾ ചേട്ടൻ ഷൂട്ടിലായിരിക്കും അല്ലേ അങ്ങനെ ചോദിക്കുന്നവരും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഫൈനലി ഇപ്പോൾ ഈ മൂവി ഇപ്പം പലരും ഇപ്പം വയസ്സെത്ര എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്, 30 എന്നുള്ളൊരു സംഭവം വരുന്നുണ്ട്, ഇപ്പോൾ മാരേജ് ആകാത്ത ആൾക്കാരുടെ ഒരു കഥ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഇതിനെ എടുക്കാം. അപ്പോൾ ഇത് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെ അവർക്ക് തീർച്ചയായിട്ടും ഇത് കാണുമ്പോൾ അവരുടെ ലൈഫിലോ അല്ലെ അവരുടെ സുഹൃത്തുക്കളുടെ ലൈഫിലോ ഒക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണോ വാട്ട് ദേ ഗെറ്റ് എന്ന് ചോദിച്ചാൽ? ആദ്യം തന്നെ ഒരു സിനിമ കാണുന്ന ഒരു ചെറുപ്പക്കാരന് ഇത് അവനായിട്ട് തോന്നും. അപ്പോൾ ഇതുപോലെ അനിയത്തി, ഇതുപോലെ അളിയൻ എല്ലാ നാട്ടും പുറത്തില്ല, ഇതുപോലെ അയൽവക്കത്തുകാർ, പിന്നെ എന്തായാലും അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ എന്തായാലും പറഞ്ഞു വെച്ചാൽ ഇത് ഒരു ഒറ്റയ്ക്ക് പോയിട്ട് കാണാനല്ല, കുടുംബത്തോടെ പോകണം ഈ സിനിമ കാണാൻ. പറ്റുമെങ്കിൽ നൈബേഴ്സിനും കൂട്ടി പോകണം, അപ്പോഴതിൻ്റെ ഒരു രസം ഉണ്ടാവും. എല്ലാവരും ത്രൂ ഔട്ട് ലൈഫിൽ അനുഭവിച്ച ഓരോ സീൻസും ഈ സിനിമയിൽ കാണാം. പിന്നെ ഇനി പെണ്ണ് കിട്ടിയതിന് ശേഷമുള്ള ആൾക്കാരുടെ കഥയും അതുണ്ട്. ഞങ്ങൾക്ക് പറയുന്നത് നമ്മൾ സിനിമകളിലൊക്കെ എല്ലാം കഴിച്ചിട്ട് കൈയും കോർത്ത് പോകുന്ന കടപ്പുറത്ത് നടന്നു പോകുന്ന സിനിമ കാണിച്ചു, അതിനുശേഷമുള്ള ഭാഗങ്ങൾ കാണിച്ചില്ല. അതിനുശേഷമുള്ള ഭാഗങ്ങൾ കാണിക്കാനാണ് ഞങ്ങളുടെ റോളുകൾ. എല്ലാം കഴിച്ച ശേഷമുള്ള ഭാഗങ്ങൾ കാണിക്കാൻ വേണ്ടി ഞങ്ങളുടെ റോളുകൾ. ഒന്നുണ്ട്, കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടാത്ത ഒരു സാധനമില്ല. ഏതൊരു ചെറുപ്പക്കാരനോട് ഞാൻ പറയുന്നത്, വയസ്സൊരു പ്രശ്നമില്ല, ഏജ് ഒരു നമ്പർ മാത്രമാണ്. ഏജ്. പെണ്ണ് കിട്ടിയേ മതിയാവും. നിങ്ങൾക്കൊരു പെണ്ണ് വേണം എന്തായാലും. കാരണം നമ്മൾ ചെറുപ്പക്കാർ വൈകുന്നേരം എവിടെയാണ് താഴ്ന്നത്, ബീവറേജിനും മദ്യം നേടി. പിന്നെ എന്തുകൊണ്ട് വെച്ചാൽ ഞാൻ ഇപ്പം തിങ്കളാഴ്ച അടിക്കണമെന്ന് ഈശ്വര ഇത് മണക്കോ വൈഫിൻ്റെ ചൊറിച്ചിലുണ്ടാവുമല്ലോ, ആ ഒരു പേടി അന്ന് ഭയം ഒരുക്കണം വീട്ടിൽ പോകുമ്പോൾ. അത് ചെറുപ്പക്കാരി വേണമെങ്കിൽ ഇത് വേണം. ഇപ്പോൾ അമ്മമാരുണ്ടാകുമ്പോൾ നമ്മളെന്താ ചെയ്യുക, അമ്മമാർ ഉണ്ടാകുമ്പോൾ അമ്മേനെ ഡോർ മുട്ടി വിളിച്ചിട്ട് വേഗം മുറ്റുന്ന കാല് കഴുകും. അമ്മ പോയി കഴിഞ്ഞാൽ നമ്മൾ കയറി പോകും. പക്ഷെ ഭാര്യ കാത്തു നിൽക്കും, ഡോറിൽ കാത്തു. ലൈഫിൽ അവസാനം വരെ വേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് വൈഫ്. അപ്പോൾ അത് നേടിയെടുക്കണം എല്ലാ ചെറുപ്പക്കാരും. അതിന് എൻ്റെ മുത്തശ്ശി ഇൻ്റർവ്യൂവിൽ പറയാറുണ്ടെന്ന് വെച്ചാൽ, മക്കളെ പെണ്ണ് കിട്ടില്ലെന്ന് വെച്ചാൽ ഉള്ള പൈസയെല്ലാം വെള്ളടിച്ച് തീർക്കല്ലേ, ചേർത്ത് കൊണ്ടാക്കണേ, പെണ്ണ് കിട്ടും നിങ്ങളെ പൈസ ഉണ്ടാവില്ല. ഇപ്പം മുത്തശ്ശിയുടെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, പുള്ളിക്കാരി ഇപ്പം ഭയങ്കര വെയിറ്റിംഗ് ആണോ സിനിമ കാണാൻ? അതിൻ്റെ ഭയങ്കര വെയിറ്റിംഗ് ആണ് മുത്തശ്ശി. പിന്നെ പ്രശാന്ത് ഈ പടത്തിൽ അഭിനയിച്ചിന് പോകുമ്പോൾ ഒരു പൈസ കൊടുത്തു പ്രശാന്ത്. അപ്പോൾ ആ പൈസ ചേർത്ത് വെച്ചിരിക്കുക. ഒന്നാമത്തെ ഷോ ഞാൻ എൻ്റെ സ്വന്തം പൈസ കൊണ്ട് കാണുമെന്ന് പറഞ്ഞിട്ട്. പിന്നെ സിനിമയിൽ അഭിനയിച്ച പൈസ എല്ലാം അവിടെ അടുത്തുള്ള സ്കൂളിന് സംഭാവന ചെയ്തു, തൊട്ടപ്പുറത്തുള്ള സ്കൂളിന് വേണ്ടിയിട്ട്. എന്നും ഇന്നലെ ഇവിടെ വന്നിരുന്നു, ഇൻ്റർവ്യൂസ് വന്നിരുന്നു. ഡബ് ചെയ്യാൻ എത്ര വേണേ വരും, പ്രൊമോഷൻ എല്ലാത്തിനും വരാൻ തയ്യാറാണ്, പ്രശ്നങ്ങളില്ല. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ് ഈ സാധനത്തിന് വേണ്ടി. ഇപ്പം അവിടെ വളരെ ബിസിയാണ്, ഇലക്ഷൻ വർക്കിൽ ബിസിയാണ്. എനിക്കൊന്ന് നിങ്ങളുടെ ആസ് എ ടീം ഇൻക്ലൂഡിങ് ഇപ്പം എല്ലാവരും, പ്രശാന്തരനും എല്ലാവരും വെച്ച് നോക്കുമ്പോൾ എല്ലാവരും ഒരേ രീതിയിൽ ഇത് പ്രൊമോട്ട് ചെയ്യാനും എല്ലാത്തിനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ടീം എന്ന് പറയുന്നത്. ചെറുപ്പക്കാരൊക്കെ നാട്ടിൻപുറത്ത് പോസ്റ്റർ ഒട്ടിക്കാനും വിതരണം ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. ഞങ്ങളെ കേരളത്തിൽ എല്ലായിടത്തും ഞങ്ങളെ പ്രൊമോഷൻ ഡിജിറ്റൽ വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ 600 ഫ്ലെക്സ് വെക്കുന്നതിന് സെയിമാണ് നിങ്ങളെപ്പോലുള്ള മീഡിയ. ഒരൊറ്റ ദിവസം കൊണ്ട് ഫ്ലെക്സ് കണ്ടുപോകും. പോസ്റ്റർ ഒട്ടിച്ച് കഴിയില്ല. പോസ്റ്റർ ഇപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ ഒട്ടിച്ച പോസ്റ്ററിന് മുകളിൽ ഇലക്ഷൻ പോസ്റ്റർ നിരന്നൊട്ടി. ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുക, ഈശ്വര 3 ലക്ഷം റുപ്യ കൊടുത്ത് പോസ്റ്റർ അടിച്ച് 4 ലക്ഷം റുപ്യ അടിക്കാനും കൊടുത്ത് ഇന്നലെ കണ്ട പോസ്റ്ററാണ്. ഇപ്പോൾ അതിന് മുകളിൽ ഇങ്ങനെ ഇലക്ഷൻ്റെ പോസ്റ്റർ ഇങ്ങനെ ഒട്ടിച്ച് കാര്യമില്ല. മീഡിയ കേൾക്കുകയും ചെയ്യും, ഇഷ്ടപ്പെട്ട് എളുപ്പമാണ്.
മറ്റേത് പോസ്റ്റർ നോക്കി അങ്ങ് പോകുന്നു. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. മീഡിയ നല്ല സുഖമാണ് ഇപ്പോൾ മാർക്കറ്റിങ്, വളരെ എളുപ്പമല്ല കോഴ്സ് ചെയ്യാൻ. ഇങ്ങനെ ഇരിക്കാൻ പറ്റണം, നിങ്ങൾക്കുള്ള ആൾ വരണം, ചോദ്യങ്ങൾ അങ്ങനെയുള്ളതായിരിക്കണം അല്ലേ. ഓക്കെ, അപ്പം ഇനി വേറെ കാര്യം ചോദിക്കുകയാണ്. നമ്മുടെ ഒരു സെഗ്മെൻ്റ് ഉണ്ട്, ഒരു ഇംഗ്ലീഷ് കഫേ സെഗ്മെൻ്റ് എന്ന് പറഞ്ഞ സംഭവമാണ്. വളരെ ഈസിയാണ്. അതായത് ഒരു മലയാളം പാട്ടാണ്, ഇംഗ്ലീഷിലായിരിക്കും പറയുന്നത്. അത് ഏത് മലയാളം പാട്ടാണ് കണ്ടുപിടിക്കുക. നിങ്ങൾ ആരാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്? റെഡി? ഇംഗ്ലീഷിൽ ഭയങ്കര പ്രാവീണ്യമുള്ളത് കൊണ്ടും. ഓക്കെ, സമയമുണ്ടോ? ആദ്യം ഉള്ള സമയം എടുത്തോ, കുഴപ്പമില്ല. ആദ്യം ഇതിൻ്റെ ഒരു ക്ലൂ ആദ്യം പറയും ഈ പാട്ടിനെ പറ്റി. അത്യാവശ്യം ഫേമസ് ആയ ഒരു മൂവിയാണ്, ഒരു വാത്സല്യത്തോടെയൊക്കെ ഉള്ള ഒരു പാട്ടുമാണ്. ഓക്കെ, ഇനി പറയാം. ഡിയർ ലിറ്റിൽ ബ്യൂട്ടിഫുൾ ലോട്ടസ്, ഡിയർ ലിറ്റിൽ ബ്യൂട്ടിഫുൾ ലോട്ടസ്. ആദ്യം 2 ലൈനാണ്. ഡിയർ ലിറ്റിൽ ബ്യൂട്ടിഫുൾ ലോട്ടസ്, ഡിയർ ലിറ്റിൽ ബ്യൂട്ടിഫുൾ ലോട്ടസ്, 2 പ്രാവശ്യം. ദ നൈറ്റ് ഈസ് ഓവർ, isn't it time? എന്താണ്? വൈ ദിസ് ഡിലേ ഇൻ ബ്ലൂമിങ്? കിട്ടിയാ? നിന്റെ ബുദ്ധിയാ, എൻ്റെ ബുദ്ധിയാ. ബ്യൂട്ടിഫുൾ ലോട്ടസ് എന്ന് പറഞ്ഞാൽ താമര. ആലോചിച്ചോ? ഒന്നും കൂടി പറഞ്ഞേ. അതായത് വിരിയാൻ എന്താണ് താമസം, അതാണ് ഡിലേ എന്ന് ചോദിക്കുന്നത്. ഒന്നുകൂടെ പറയാം. ഡിയർ ലിറ്റിൽ ബ്യൂട്ടിഫുൾ ലോട്ടസ്, ഡിയർ ലിറ്റിൽ ബ്യൂട്ടിഫുൾ ലോട്ടസ്, വൈ ദിസ് ഡിലേ ഇൻ ബ്ലൂമിങ്? ഇത് വിരിയാൻ എന്താണ് താമസം? ഇത്രയും ക്ലൂ. നമ്മൾ ഈ ഇൻ്റർവ്യൂ തുടങ്ങി ഓഡിയോ ലോഞ്ചിൽ ഈ വ്യക്തിയെ പറ്റി, ഈ പാട്ട് സിനിമ അഭിനയിച്ച വ്യക്തിയെ പറ്റി ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞിട്ടുമുണ്ട് ശുചേട്ടൻ. ഇനി ആലോചിച്ചോ, ആരായിരിക്കാം? നീ പറഞ്ഞോ, ഞാനോട്ടെ. ശാന്തേട്ടനല്ല, അല്ല, പക്ഷെ വേറൊരാളുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് മനസ്സിൽ വന്നു. ഫഹദ് ഫാസിൽ. ഫഹദ് ഫാസിലിന്റെ മൂവിയാണ്. ഈസി, വളരെ ഈസി. താമര ഉണ്ട്, 2 പ്രാവശ്യം പറയുന്നുണ്ട്. ഡിയർ ലിറ്റിൽ ബ്യൂട്ടിഫുൾ ലോട്ടസ്, ഡിയർ ലിറ്റിൽ ബ്യൂട്ടിഫുൾ ലോട്ടസ്, വൈ ദിസ് ഡിലേ ഇൻ ബ്ലൂമിങ്? വിരിയാൻ എന്താണ് താമസം? ലാൽ ജോസിന്റെ പടം അല്ലേ? ഫഹദിന്റെ വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ച ഒരു മൂവിയാണ്. കോമഡി ക്യാരക്ടറാണ് ഫഹദ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഏകദേശം അതുപോലെ തന്നെ വേറെ മൂവി അല്ല പറയേണ്ട, പാട്ടാണ് പറഞ്ഞത്. ഈ ഒരു ക്ലൂ എനിക്കറിയാം. സമ്പ്രദാസനിലും അല്ല. ഡയമണ്ട് നെക്ലേസ് ആണോ? അല്ല. ആടുജീവിതത്തിൽ ആ വ്യക്തിയുണ്ട്. ഈ ആക്ട്രസ് ഓടുകയാണ്. പാട്ട് സത്യനന്ദിക്കാണ്ട് മൂവി. മൈനയിൽ അഭിനയിച്ച നടി. ഇതിന്റെ ഫസ്റ്റ് ഈ പാട്ട് സത്യനന്ദിക്കാടിന്റെ പിന്നെ നേരെ വിരിയാൻ താമസം എന്തേ, അത് തന്നെ. കുഴപ്പമില്ല, എന്തായാലും അത് പറഞ്ഞു, ലാസ്റ്റ് പറഞ്ഞു. അതെ, അപ്പോൾ എന്തായാലും ഈ പറഞ്ഞതുപോലെ മൂവി ഒരു ഗംഭീര മൂവി ആവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. 60 തിയേറ്റേഴ്സിലാണ് ഫസ്റ്റ് ഹിറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് വീക്കിൽ നമ്മൾ അതിനുശേഷം റിലീസ് ഡേറ്റ് മാർച്ച് 28. മാർച്ച് 28-ന് 60 തിയേറ്ററിൽ ഹിറ്റ് ചെയ്യുന്നു. അത് ആൾക്കാർ കണ്ട് അതിൻ്റെ ഒരു എണ്ണം ഗ്രാജുവലി കൂടാണ് അല്ലേ? ആൾക്കാർ നോമ്പാണ്, അപ്പോൾ ഞങ്ങൾ കാത്തിരിക്കും അവരെ. നോമ്പ് കഴിയുന്ന വ്രതസിദ്ധിയോട് ഞങ്ങൾ കാത്തിരിക്കും. ഈവനിങ് ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ 11-ന് പെരുന്നാൾ ആവില്ല, അതുവരെ നമ്മൾ പിടിച്ചു നിൽക്കണം തിയേറ്ററിൽ. ചെന്നൈയിലും ബാംഗ്ലൂരും ബോംബെയും. ഈ 2 പേർക്കും ഇൻഡിവിജ്വലി ഒരു ഓൾ ദി ബെസ്റ്റ് തരുവാണ്. നല്ല സിനിമകൾ കിട്ടട്ടെ. ഈ പറയുന്ന എല്ലാ മേഖലകളിലും ഇനിയും ഒരുപാട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റട്ടെ. ഒപ്പം ഇതിന്റെ വലിയ വിജയാഘോഷത്തിന് ഞങ്ങൾ കൂടെ ഇനിയും ഇങ്ങനെ നിങ്ങൾ മുന്നിലിരിക്കാനുള്ളൊരു ചാൻസ് ഉണ്ടാവട്ടെ. ഇത് കഴിഞ്ഞ് ഹിറ്റായിക്കൊണ്ട് വീണ്ടും നമുക്ക് കാണാം. പിന്നെന്താ, ഹിറ്റ് ആവും അല്ലേ? അതെ, ആക്കണം. അതെ. താങ്ക് യു.